അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ത്രീ വോട്ടുകൾ ലക്ഷ്യമിടുന്ന ബിജെപിയുടെ നയം കേന്ദ്ര സർക്കാരിന്റെ ഇടക്കാല ബജറ്റിലും പ്രതിഫലിച്ചു. പുതിയ പദ്ധതികളില്ലെങ്കിലും സർക്കാരിന്റെ സ്ത്രീപക്ഷ നിലപാടുകൾ എണ്ണി പറയാൻ ധനമന്ത്രി നിർമ്മല സീതാരാമൻ മറന്നില്ല. ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് പദ്ധതിയിൽ ആശാ വർക്കർമാരെയും അംഗനവാടി ജീവനക്കാരെയും ഉൾപ്പെടുത്തുമെന്നും മന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ വ്യക്തമാക്കി. പാവപ്പെട്ടവർ, സ്ത്രീകൾ, യുവാക്കൾ, കർഷകർ എന്നിവർക്ക് പരിഗണന നൽകണമെന്ന പ്രധാനമന്ത്രിയുടെ വാക്കുകൾ എടുത്തു പറഞ്ഞാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിച്ചത്. സ്ത്രീക്ഷേമത്തിനു വേണ്ടി കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ പദ്ധതികൾ ധനമന്ത്രി ഓർമ്മിപ്പിച്ചു. 10 വർഷത്തിനിടെ 30 കോടി സ്ത്രീകൾക്ക് മുദ്രാ യോജന വായ്പകൾ അനുവദിച്ചു. നിയമനിർമ്മാണ സഭകളിൽ മാത്രമല്ല തൊഴിലിടങ്ങളിലും വനിതകൾക്ക് അർഹിക്കുന്ന പരിഗണന നൽകിയെന്ന് നിർമ്മല സീതാരാമൻ. ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് പദ്ധതിയിൽ ആശാ വർക്കർമാരെയും അംഗൻവാടി ജീവനക്കാരെയും ഉൾപ്പെടുത്തുമെന്ന പ്രഖ്യാപനം. മാതൃശിശു ആരോഗ്യ പരിപാലനത്തിന് കീഴിലുള്ള വിവിധ പദ്ധതികൾ നടപ്പാക്കുന്നതിലെ സമന്വയത്തിനായി സമഗ്ര പദ്ധതിക്ക് കീഴിൽ കൊണ്ടുവരുമെന്നും 9 മുതൽ 14 വയസ്സ് വരെയുള്ള പെൺകുട്ടികൾക്കായി ഗർഭാശയ ക്യാൻസർ വാക്സിനുകൾ പ്രോത്സാഹിപ്പിക്കുമെന്നും ബജറ്റ് പ്രസംഗത്തിൽ ധനമന്ത്രി. Cervical cancer vaccination. Our government will encourage vaccination for girls in the age group of 9 to 14 years for prevention of cervical cancer. കാർഷിക മേഖലയിൽ ആധുനികവൽക്കരണം നടത്തിയെന്ന് അവകാശപ്പെട്ട നിർമ്മല സീതാരാമൻ ക്ഷീരകർഷകരെ സഹായിക്കുന്നതിന് സമഗ്രമായ ഒരു പദ്ധതിക്ക് രൂപം നൽകുമെന്ന് പ്രഖ്യാപിച്ചു. A comprehensive program for supporting dairy farmers will be formulated. Efforts are already on to control foot and mouth disease. India is the world's largest milk producer, but with low productivity of milch animals. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ യോജനയ്ക്ക് കീഴിൽ എല്ലാ വർഷവും നാമമാത്ര കർഷകരും ചെറുകിട കർഷകരും ഉൾപ്പെടെ 11.8 കോടി കർഷകർക്ക് നേരിട്ട് സാമ്പത്തിക സഹായം നൽകുന്നുവെന്നും പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന പ്രകാരം 4 കോടി കർഷകർക്ക് വിള ഇൻഷുറൻസ് നൽകുന്നുവെന്നും ധനമന്ത്രി പ്രഖ്യാപിച്ചു. സ്ത്രീകളും കർഷകരും ചേർന്നാൽ രാജ്യത്തെ വോട്ടർമാരുടെ 50% മുകളിൽ വരും. ഇത് മനസ്സിൽ കണ്ടു തന്നെ ഇരുവിഭാഗത്തിന്റെയും വോട്ട് ഉറപ്പാക്കാനുള്ള ഒട്ടേറെ പദ്ധതികൾ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബൽറാം നെടുങ്ങാടി, 24, ഡൽഹി.